അപ്പോൾ നമ്മൾ എന്താ പറയുക മോപ്പ് ഫാം കാര്യങ്ങളൊക്കെ കീഴിലായിട്ട് തന്നെ വർക്ക് ആവേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ബേസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിവ്യൂവിൽ ഇങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കാമെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ എല്ലാം ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇതിൽ കൂടെ അങ്ങനെ പോയപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പുറത്തേക്കൊരു ഔട്ട് കണ്ടത്. ആൻഡ് ഇവിടെയും സെയിം രീതിയിലൊരു ചെറിയ രീതിയിലൊരു റിവ്യൂയിങ് സെറ്റപ്പ് ഉണ്ട്. കംപ്ലീറ്റ് ഭയങ്കര ഒരു റിവ്യൂയിങ് അല്ല, പക്ഷേ ചെറിയൊരു കുഴി പോലെ ഇതേപോലെ തന്നെ അപ്പുറത്തുള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മൾ അയൺ ഫാം ഉണ്ട്. സോ ഇവിടുന്ന് ഒരു 100-150 ബ്ലോക്ക് ഇപ്പുറത്താണ് ഈ ഒരു ഇത് ഉണ്ടാവുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ നമുക്ക് എന്താ പറയുക ഒരു ട്രേഡിംഗ് ഹാളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. കറക്റ്റ് ഒരു കംപ്ലീറ്റ് ബേസ് ആക്കാം നമ്മളിവിടെ ട്രേഡിംഗ് ഹാള്. അവിടെ ഇങ്ങനെ അയൺ ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ കറക്റ്റായിട്ടൊരു സ്ഥലത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് എന്താ പറയുക ഈ ഒരു കേവ് ഫുള്ള് ബേസ് ആക്കണം. അവിടെ എന്തൊക്കെ ബിൽഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ഒരു ഐഡിയ ഇല്ല, പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഉണ്ടാക്കി വരും കംപ്ലീറ്റ് ആകുമ്പോഴേക്കും. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ചിട്ട് കാര്യമുണ്ട്. അപ്പോൾ ഞാൻ പണ്ട് ഏതോ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ട സമയത്ത് ആ ബ്രോ എന്താ പറയുക ബേസിൻ്റെ അടിയിൽ എന്താ പറയുക ഗ്ലാസ് എല്ലാം വെച്ചിട്ട് പച്ച കളർ ഗ്ലാസ് എല്ലാം വെച്ചിട്ട് ഒരു ഫോഗ് പോലത്തെ ഒരു സെറ്റപ്പ് എന്താ പറയുക നടക്കണ അടിയിലെല്ലാം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ക്യാക്ടസ് ഫാം ഉണ്ടാക്കാം, എന്നാലും നമുക്ക് പച്ച ഡൈ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ക്യാക്ടസ് വേണം. അതെനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയൊക്കെയായിട്ട് നമുക്കൊരു ക്യാക്ടസ് ഫാം സെറ്റ് ചെയ്യാം. അതിൽ കുറേ എഫ്റ്റ് നിൽക്കേണ്ടി വരും. നമുക്ക് അത്യാവശ്യത്തിലുള്ള ക്യാക്ടസ് എല്ലാം കിട്ടണമെങ്കിൽ എന്നാലും നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ക്യാക്ടസ് ഫാം ഉണ്ടാക്കിയിട്ട് നമ്മൾ പതുക്കെ എന്താ പറയുക സാൻഡും എല്ലാം ഡെസേർട്ടിലും പോയിട്ട് നമുക്ക് എന്താ പറയുക സാൻഡും കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് ആ സംഭവങ്ങളൊക്കെ സെറ്റാക്കാം. പിന്നെ നമുക്ക് ക്യാക്ടസ് ഫാം ഉണ്ടാക്കാം. അപ്പോൾ ഇനി ക്യാക്ടസ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ അതിന് വല്ല ഡെസേർട്ടും കാര്യങ്ങളൊക്കെ എന്തായാലും കണ്ടുപിടിക്കേണ്ടി വരും. ഡെസേർട്ടിൻ്റെ കോർഡിനേറ്റ്സ് എല്ലാം കണ്ടുപിടിച്ച് നമുക്ക് വല്ല ചങ്ക് ബേസിലിട്ടിട്ട് നമ്മൾ കോർഡിനേറ്റ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മൾ ആ കോർഡിനേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇനി നമുക്ക് നെതർ പോർട്ടലൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം എന്തായാലും 2000 ബ്ലോക്ക് അപ്പുറത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ള എന്താ പറയുക ഒരു ഡെസേർട്ട് എന്ന് പറയുന്നത്. സോ നമുക്കൊരു നെതർ പോർട്ടലൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, തൽക്കാലത്തിന് നമുക്ക് ഇവിടുന്ന് കുറച്ച് ഒബ്സീഡിയൻ എടുക്കാം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒബ്സീഡിയൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തൽക്കാലത്തിനോടൊരു പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാം. ഓക്കെ, ഇനി നമുക്ക് സെറ്റ് ചെയ്യാം പോർട്ടൽ. അതായത് നമ്മൾ പോർട്ടലും കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് ലൈറ്റ് ചെയ്യണം. നമ്മൾ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് നമ്മളെ പോർട്ടൽ അങ്ങ് ലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ക്രൗച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകാം. നമ്മളെവിടെ എത്തുമെന്ന് അറിയില്ല. ഓക്കെ, നല്ലൊരു നെതർ സ്പോൺ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ഗൈസ്, ഓക്കെ, ഒരു ബാസ്റ്റനാണ്. സോ നമുക്ക് ഇങ്ങോട്ടാണോ? ഓക്കെ, നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത്. അതിൻ്റെ റൂഫിൽ ഉണ്ടാക്കുന്നതാണ് ആക്ച്വലി കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളത്. പക്ഷേ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാക്കാം. ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്കൊന്ന് മൈൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എത്തും. ആ പോർട്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ലൈറ്റ് ചെയ്യാം. കാര്യം നമ്മളൊരു കേവിൻ്റെ ഉള്ള സ്പോണായിട്ടില്ല. നമുക്കിനി മൈൻഡ് ചെയ്ത് മുകളിലേക്ക് പോകണം. ഞാനിവിടെ എന്താ പറയുക കുഴിച്ച് മുകളിലോട്ട് വന്നപ്പോൾ ഇവിടെ ആക്ച്വലി കോർഡിനേറ്റ്സ് ജസ്റ്റ് ഒന്ന് മാറി. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കോർഡിനേറ്റ്സ് ഞാൻ 1500 ശരിക്കും 2300 കോർഡിനേറ്റ്സിലാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ഇവിടെ ഒരു കോറൽ റീഫിലാണ് വന്ന് കിടക്കുന്നത്. സോ അതുകൊണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ്. ഒരു പോർട്ടൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ച് പോവാം. എന്നിട്ട് പിന്നെ വേറെ പോർട്ടൽ അവിടെയൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് കോർഡിനേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നാണ് തോന്നുന്നത്. അതിൽ നെതറിലൊന്ന് പോയിട്ട് ഒന്നും കൂടി സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ അയ്യോ പോർട്ടൽ ഉണ്ടാക്കാനുള്ള സാധനമില്ല. അപ്പോൾ ഞാൻ ഒബ്സീഡിയൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഞാൻ പോർട്ടൽ ഉണ്ടാക്കാൻ ഒബ്സീഡിയൻ എടുത്തിട്ട് എന്താ പറയുക, ഇനി ഒബ്സീഡിയൻ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് നമ്മളെ സംഭവങ്ങളെല്ലാം ബിൽഡ് ചെയ്യാം. ഈ പോർട്ടലിൽ നമ്മൾ ഡെസേർട്ടിലെത്തിയാൽ മതി എന്നാണ് എൻ്റെ ഒരു ഇത്. ഫസ്റ്റ് നമുക്ക് കാക്ടസ് ആണ്. ഓക്കെ, നമുക്ക് കാക്ടസ് അങ്ങ് എടുത്ത് നമുക്ക് തിരിച്ചു പോവാം. നമുക്ക് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് മതി. നമുക്ക് എന്തായാലും നെതറും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളെ ബേസിൽ പോയിട്ട് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക എല്ലാം സെറ്റ് ചെയ്യാം. തേങ്ങ. അപ്പോൾ നമുക്ക് നമ്മൾ എന്താ പറയുക ഈ ഒരു കാക്ടസ് ഫാം ഉണ്ടാക്കാനുള്ള കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മളെ സംഭവം അങ്ങ് ബിൽഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളെ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ പോവാണ്. ഓക്കെ, നമ്മളെ സാധനങ്ങൾ ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിൽ കാക്ടസ് കുറച്ചുള്ള നമുക്ക് സെറ്റാക്കാം. ആൻഡ് പിന്നെ സാൻഡും ഫെൻസെല്ലാം എത്ര ഒന്നും ആവശ്യം ഉണ്ടാവില്ല, കുറച്ച് മതിയാവും. സ്റ്റിൽ ഞാൻ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ കാക്ടസ് ഫാം ഇങ്ങനെ നമുക്ക് ഇവിടെ തന്നെ അങ്ങ് ഉണ്ടാക്കിയേക്കാല്ലേ. നമ്മൾ ബ്രിക്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കാക്ടസ് ഫാം വരാൻ പോണത്. നമുക്ക് നമ്മുടെ സാൻഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ഇവിടെ ഒരു ബ്ലോക്ക് ഗ്യാപ്പ് ഉണ്ട്. സോ ഇത് നമുക്ക് അങ്ങോട്ടൊക്കെ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. സോ ഇതൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോയില്ലെങ്കിൽ സംഭവം റെഡി ആവില്ല. അപ്പോൾ നമ്മളെ സംഭവങ്ങൾ ഏകദേശം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു മൂലൊക്കെ വെള്ളം ഒഴിച്ച് നോക്കാം. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ അത്ര അങ്ങനെ പോകുന്നുണ്ട്. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ 4 മൂലയ്ക്കും ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താവും, കറക്റ്റായിട്ട് എല്ലാം വന്നിട്ട് ഇവിടെ വരും. നമുക്ക് ഇവിടെ നമുക്ക് ഹോപ്പർ സെറ്റ് ചെയ്യാം. ഓക്കെ, കറക്റ്റായിട്ട് അപ്പോൾ 4 മൂലൊക്കെ ഒഴിച്ചാൽ മതി. ഓക്കെ, ഞാനിവിടെ ഒരു കളക്ഷൻ ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇതിൽ കൂടെ ഇങ്ങനെ വരുന്നൊരു ഇത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ ഇനി ഹോപ്പർ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ സെറ്റാക്കാം അല്ലേ. അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അതും അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഹോപ്പർ കണക്ട് ചെയ്യാം അങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക കറക്റ്റായിട്ട് ഹോപ്പറും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കാക്ടസ് ഇവിടെ ഇങ്ങനെ നട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള നമുക്ക് നമ്മളെ ഫെൻസ് വയ്ക്കണം. അപ്പോൾ നമ്മൾ ഈ ഫെൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ കാക്ടസും കാര്യങ്ങളൊക്കെ ഗ്രോ ആകുമ്പോൾ ഇത് പൊട്ടി താഴത്തേക്ക് വന്നിട്ട് നമുക്ക് അത് എടുത്തിട്ട് ബാക്കിയുള്ള കാക്ടസ് നമുക്ക് നടാം. അപ്പോൾ മാക്സിമം സ്പീഡിൽ ഇതെന്തായാലും വർക്കായിക്കോളും. നമുക്കിത് ലെയർ ബൈ ലെയർ ഇങ്ങനെ മേൽക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. ഓക്കെ, സോ അത് നമുക്കൊരു 2 ലെയറും കൂടി ഉണ്ടാക്കണം എന്നുണ്ട്. സോ അതൊക്കെ നമ്മൾ ഓഫ് ക്യാമറയിൽ നിന്ന് സെറ്റാക്കിക്കോളാം ഞാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ചെയ്ത് സബ്ബൊക്കെ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓഫ് ക്യാമറ ഗ്രൈൻഡാണ്. സോ അതൊക്കെ നമുക്ക് സെറ്റാക്കാം.